ഹലോ മക്കളെ, ഇപ്പം നമ്മുടെ CBSE 10ന്റെ അവസാനത്തെ എക്സാമിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള എക്സാംസ് ഒക്കെ എൻ്റെ കുട്ടികൾക്ക് എല്ലാതും നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിൽ നിങ്ങളുടെ മാത്സ് ആണെന്ന് തോന്നുന്നില്ലേ, നിങ്ങൾക്ക് കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു മിസ് മാത്സ് കുറച്ച് ഇച്ചിരി വലച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മാത്സ് മാത്രമായിരിക്കും എൻ്റെ കുട്ടികൾക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ സബ്ജക്റ്റും അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം ഗ്യാപ്പും ഉണ്ടായിരുന്നല്ലോ, ഓരോ സബ്ജക്റ്റിന്റെ ഇടയിലായിട്ട് അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു CBSE 10 ഇവിടെ അവസാനിക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ എക്സാമിന് നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എന്തായാലും പഠിച്ചു പൊക്കോളൂ എന്ന് പറയുന്ന ആ ടോപ്പിക്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഒത്തിരി പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല എളുപ്പമുണ്ടായിരുന്നു, കുറേ സബ്ജക്റ്റിന്റെ എക്സാംസ് ഒക്കെ നല്ല എളുപ്പമുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചു, ക്ലാസ് ഒക്കെ നല്ലോണം മനസ്സിലായി എന്നുള്ള രീതിക്ക് ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് ആ എക്സാമിന് ശേഷം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളോട് എത്ര വട്ടം താങ്ക് യു പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ഇനി മിസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കുട്ടി കാര്യം പറഞ്ഞുതരാം. അതായത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു CBSE 10ന്റെ ടൈം ടേബിൾ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര നമ്മളെ ഫലപ്പിക്കുന്ന തരത്തിൽ എല്ലാതും ഇങ്ങനെ അടുപ്പിച്ച് വരുന്ന അങ്ങനെ ഒരു ടൈം ടേബിൾ ആയിരുന്നില്ല നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അല്ലെ. നമുക്ക് സമാധാനമായിട്ട് നല്ല കൂളായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇതേപോലെ എല്ലാ ക്ലാസ്സിലും നമുക്ക് നടക്കണമെന്നില്ല. ഇപ്പൊ ഈ ഒരു അക്കാഡമിക് ഇയർ നമുക്ക് കഴിയാണ്. ഇനി അതിനുശേഷം എൻ്റെ കുട്ടികളെ +1ലേക്കാണ് കടക്കുന്നത്. ആ +1ലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം നമുക്ക് ഇതുവരെയുള്ള ഒരു സിലബസ്, അതായത് 10ാം ക്ലാസ് വരെ നമ്മൾ കണ്ടതുപോലുള്ള ഒരു സിലബസ് ആയിരിക്കില്ല +1ൻ്റെത്. അതായത് കുറച്ച് അത്യാവശ്യം നല്ലൊരു ഹയർ ലെവൽ ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ഈ ഒരു +1ൽ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നല്ലോണം ലെവൽ കൂടി തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ചെയ്തിരുന്നത്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഈ അവസാന നിമിഷത്തിൽ നമ്മളൊരു മരണപ്പടിപ്പ് പഠിച്ചിട്ടാണ് നമുക്ക് ഈ അവസാന നിമിഷം എല്ലാ ടോപ്പിക്സും എല്ലാതും കവർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ അത് എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല. എപ്പോഴും നമുക്ക് ഇതേപോലെ എക്സാമിന് കുറച്ച് ദിവസം ഒന്നൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴും നല്ല മാർക്ക് തന്നെ കിട്ടും എന്നുള്ള രീതിക്ക് നമുക്ക് എപ്പോഴും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം മുതലേ തന്നെ നല്ല സെറ്റായിട്ട് പഠിച്ചു തുടങ്ങണം. അതായത് ഇതുവരെ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ മടി പിടിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ നമുക്ക് വല്ല അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടായിരിക്കും നമുക്ക് വിചാരിച്ച പോലെ ഒന്നും പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അടുത്ത വട്ടം എന്ത് ചെയ്യാൻ പാടില്ല, ഇതേപോലെ നമ്മൾ മടി പിടിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കാരണം മൂലം അല്ലെങ്കിൽ നമുക്കുള്ള കുട്ടി മടി കാരണം നമുക്ക് വിചാരിച്ച പോലെ പഠിക്കാനായിട്ട് സാധിക്കാതെ പോകരുത്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു പഠനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അത് ഈ അവസാന നിമിഷത്തിൽ പഠിക്കുമ്പോഴല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അപ്പൊ എൻ്റെ കുട്ടികൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ, ആദ്യം മുതൽ കുറച്ച് വീതം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാം. അപ്പൊ ആദ്യം നമ്മളിങ്ങനെ കുറച്ച് ഒരു ദിവസം കുറേ സമയം ഒന്നും ഇരിക്കേണ്ട, നിങ്ങൾ കുറച്ച് നേരം മാത്രം പഠിക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. അങ്ങനെ ആദ്യം മുതൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന +1നെ കുറിച്ച് കുറേ പേര് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഭയങ്കര കുറേ പഠിക്കാനുണ്ടെന്നുള്ളതൊക്കെ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത് ശരിക്കും അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർക്കിനെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിന് മിസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചായിട്ട് നമ്മൾ ആദ്യം മുതൽ പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു CBSE 10ന് നമുക്ക് ഓൾറെഡി ബാച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ യൂട്യൂബിലും ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ +1ന്റെ അഗ്നി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാതും പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു നമ്മുടെ എക്സാമിനറിന്റെ സ്വന്തം ബാച്ചാണ് നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അഗ്നി ബാച്ച് നിങ്ങൾക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ, അതായത് ഇനി വെറും കുറച്ച് ദിവസം കൂടിയുള്ള സമയം, ആ കുറച്ച് ദിവസത്തിനുള്ളിൽ അതായത് മാർച്ച് 20-ാം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1ന്റെ ബുക്ക് സെറ്റ് ഇനി അന്വേഷിച്ച് വേറെ പോകേണ്ട ആവശ്യമൊന്നും വരില്ല. ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും, അതായത് നമ്മുടെ ഈ ഒരു എക്സാമിന്റെ ഫാമിലിയുടെ കൂടെ നിങ്ങളും ഒരു ഫാമിലി മെമ്പർ ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാക്കില്ല, മിസ്സേ ഞാനിതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫുൾ മാർക്ക് കിട്ടുമോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിനറിന്റെ +1ന്റെ ചാനൽ എടുത്ത് നോക്കി നോക്കുക. അപ്പൊ അതിൽ മുന്നുള്ള ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണും, അതൊക്കെ കാണാൻ അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ ഈ എക്സാമിന്റെ ഫാമിലിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ ഇരട്ടിയായിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയധികം എഫേർട്ട് എടുക്കാനായിട്ട് റെഡിയാണ്. അപ്പൊ നമ്മളുണ്ടാവും മക്കളെ നിങ്ങളുടെ കൂടെ ഇനി അങ്ങോട്ടുള്ള ഫുൾ ജേർണിയിൽ.